ഇന്ത്യ തന്ത്രപ്രധാനവും ശക്തമായതുമായ ആയുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയുധങ്ങൾ വാങ്ങി ഉപയോഗിക്കുക എന്നതിലുപരിയായി ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണ്. ഇത് രാജ്യത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക സൈനിക രംഗത്തെ പുരോഗതിയാണ് വിളിച്ചോതുന്നത്. ഇപ്പോൾ ഇന്ത്യ അവതരിപ്പിക്കുന്ന പുതിയ തീപ്പന്തം ഹൈപ്പർസോണിക് മിസൈൽ, ശബ്ദത്തിൻ്റെ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന തദ്ദേശീയ ഹൈപ്പർ സോണിക് മിസൈൽ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ പ്രതിരോധ മേഖലയിൽ വെന്നിക്കൊടി നാട്ടിയിരിക്കുന്നു. തദ്ദേശീയ മിസൈൽ സാങ്കേതികവിദ്യയിൽ ഒരു പ്രധാന കുതിച്ചുചാട്ടമായി ഇതിനെ കണക്കാക്കാം. ശബ്ദത്തിൻ്റെ 5 ഇരട്ടി വേഗതയിൽ പറക്കാൻ കഴിവുള്ള ഈ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ വരാനിരിക്കുന്ന അരങ്ങേറ്റത്തോടെ ഇന്ത്യ ഒരു സുപ്രധാന പ്രതിരോധ നാഴികക്കല്ലിലേക്ക് അടുക്കുകയാണ്. ഇത് വളരെ അവിശ്വസനീയമായ വേഗതയിലുള്ള ഒരു മിസൈലാണ്. അവയെ തടസ്സപ്പെടുത്താനോ ട്രാക്ക് ചെയ്യാനോ ബുദ്ധിമുട്ടാണ്. ഒരു നിശ്ചിത പാത പിന്തുടരുന്ന ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി അവയ്ക്ക് പകുതി വഴിയിൽ വെച്ച് ഗതി മാറ്റാനുള്ള പ്രാപ്തിയുമുണ്ട്. ഈ മിസൈലിൻ്റെ പ്രധാന സവിശേഷതകൾ: ശബ്ദത്തിൻ്റെ 5 ഇരട്ടി വേഗത്തിൽ പറക്കാൻ കഴിയും, അല്ലെങ്കിൽ മണിക്കൂറിൽ ഏകദേശം 6100 കിലോമീറ്റർ വേഗത്തിൽ 1500 കിലോമീറ്ററിലധികം ദൂരപരിധി പ്രതീക്ഷിക്കുന്നു. പറക്കലിൻ്റെ മധ്യത്തിൽ ദിശ മാറ്റാൻ കഴിയും. ഇത് പ്രതിരോധിക്കുന്നത് അസാധ്യമാണ് എന്ന് തന്നെ പറയാം. പ്രൊപ്പൽഷൻ: ഹൈപ്പർസോണിക് വേഗതയിൽ സുസ്ഥിരമായ പ്രൊപ്പൽഷൻ പ്രാപ്തമാക്കുന്ന സ്ക്രാംജെറ്റ് സാങ്കേതികവിദ്യ ഇതിൽ ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ വികസനത്തിന് നേതൃത്വം നൽകുന്നത് പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO ആണ്. വിജയകരമായ എഞ്ചിൻ പരീക്ഷണങ്ങൾ: മിസൈൽ സംവിധാനത്തിൻ്റെ വിക്ഷേപണത്തിന് വഴിയൊരുക്കി DRDO വിജയകരമായ ഹൈപ്പർസോണിക് എഞ്ചിൻ പരീക്ഷണങ്ങൾ നടത്തി. മിസൈൽ ഉടൻ അനാച്ഛാദനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചില റിപ്പോർട്ടുകൾ സമീപ ഭാവിയിൽ പരീക്ഷിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ഇന്ത്യയുടെ പ്രതിരോധശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും. ഇത് മേഖലയിൽ ഭാരതത്തിൻ്റെ സൈനിക മേൽക്കോയ്മ വർദ്ധിപ്പിക്കും. ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യയിലെ ഇന്ത്യയുടെ വികസനം US, ചൈന, റഷ്യ എന്നിവയുൾപ്പെടെ വിപുലമായ പ്രതിരോധശേഷിയുള്ള രാജ്യങ്ങളുടെ ഒരു എലൈറ്റ് ഗ്രൂപ്പിൽ ഭാരതത്തെ ഉൾപ്പെടുത്തുന്നു. ഈ നേട്ടം പ്രതിരോധ സാങ്കേതികവിദ്യയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാശ്രയത്വം പ്രകടമാക്കുന്നു. വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. പ്രതിരോധ ഉപകരണങ്ങളുടെ നിർമ്മാണ മേഖലയിൽ വൻ ശക്തിയാകാൻ കുതിക്കുകയാണ് ഭാരതം.